മഴക്കെടുതിയിലെ സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. ദുരന്തബാധിതർക്ക് ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, സുരക്ഷിത താമസം, നഷ്ടപരിഹാരം എന്നിവ കൃത്യമായി ഉറപ്പാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ അതിരൂക്ഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സർക്കാരിനാവണമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്ററും വിമർശിച്ചു. കമലേഷ് തെക്കേക്കാടുണ്ട് വിവരങ്ങളുമായി. കമലേഷ്, മുൻ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല, ഒരു മാർഗം അത് മുന്നോട്ട് വെച്ച് നമ്മളെയൊക്കെ കാണിച്ചു തന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹമാണിപ്പോൾ സമാന സാഹചര്യത്തിൽ ഒരു സർക്കാർ പരാജയപ്പെടുന്നതിൽ വിമർശനം ഉയർത്തുന്നതും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും. ഒപ്പം CPIM എന്തൊക്കെയാണ് പറയുന്നത്? അക്ഷയ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു പ്രളയ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ പ്രളയത്തെ നേരിടാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ പോലും പ്രളയാനന്തരം ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അത്തരമുള്ള ഇടപെടൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് വലിയ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുമെല്ലാം തന്നെ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ നേരത്തെ തന്നെ എങ്ങനെ ഈ പ്രളയത്തിന് കളമൊരുങ്ങി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രളയം ഉണ്ടായത്, അതൊരു സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് എന്ന നിലയിലേക്കുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പത്തനംതിട്ട CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, രാജു എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ സമാനമായ നിലയിലുള്ള വിമർശനത്തിലേക്ക് വരുന്നത്. ഈ റാന്നിയിൽ ഉൾപ്പെടെ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ, വലിയ പ്രളയത്തിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ടായിരുന്നൊരു സാഹചര്യം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഡാം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ അവിടുത്തെ വ്യാപാരികൾക്ക് പോലും കൃത്യമായി അവരുടെ സാധനങ്ങൾ എടുത്തു മാറ്റാനോ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനോ ഉള്ള സമയം പോലും നൽകാതെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഡാം തുറന്നുവിടുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഈ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ച് വ്യാപാരികളടക്കം വലിയ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ നിരവധിയാണ്. അവർക്ക് കൃത്യമായ മരുന്ന്, കുടിവെള്ളം, ഭക്ഷണം, താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ആ കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെ നിരവധി അന്തേവാസികൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. മരുന്ന് കൃത്യമായി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല, മറ്റ് സൗകര്യങ്ങളില്ല ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്നുള്ളതാണ്. അതിൽ തന്നെ പലരും വൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലും ഭേദം, അതായത് നിലവിലുള്ള ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ പല കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഈ സർക്കാരിനെ വലിയ കാര്യത്തിൽ കൊണ്ടുവന്നത് തങ്ങളാണ്, ഇനി എന്ത് വേണമെന്നും തങ്ങണമെന്നും തങ്ങൾ കാണിച്ചു തരാമെന്നുൾപ്പെടെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം. ഇതിലും എത്രയോ ബെറ്റർ ആയിരുന്നു വിജയൻ എന്നൊരു സ്ത്രീക്ക് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ വലിയ വിമർശനം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും വരുന്നത് പ്രധാനമായും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അനാസ്ഥയും ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഭക്ഷണ വിതരണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഏകോപനക്കുറവ് കാരണം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കടുത്ത പ്രതിസന്ധി എന്തായാലും സംസ്ഥാനത്ത് തുടരുകയാണ്. മഴക്കെടുതി മൂലം ജനങ്ങളാകെ വലയുന്ന പശ്ചാത്തലത്തിലും കൃത്യമായൊരു ഇടപെടലോ ഏകോപനമോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ നോക്കിക്കാണേണ്ടത്. അതിലാണിപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്ററും രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഭക്ഷണവും മരുന്നും പോലും പല ക്യാമ്പുകളിലും കിട്ടാത്ത അവസ്ഥയാണ്. അതിലൊക്കെ മാറ്റമുണ്ടാവണം. കൃത്യമായ ഇടപെടൽ നടത്തണം സംസ്ഥാന സർക്കാർ എന്നതും കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.